ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മുടി മുറിക്കാൻ പോയ സമയത്ത് ആടുന്ന് ബാർബർ മുടി കണ്ടിട്ട് പറഞ്ഞ് കുറേ സ്ഥലത്ത് മുടി നരച്ചിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യുക, മുടി കെയർ ചെയ്യുന്നില്ല, പിന്നെ നല്ലോണം ഹെയർ ഫോളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് പുറത്തുനിന്നൊരു ഹെയർ ഓയിൽ വാങ്ങുന്നതിന് പകരം നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി നമ്മളെ മുടി നമ്മൾക്ക് സംരക്ഷിക്കാമെന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളിങ്ങനെ പോകുന്നത്. കാരണം മുടി നരച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി എത്ര കാലം മുടി ഇങ്ങനെ നരക്കും, മുടി എത്രത്തോളം പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഹെയർ കെയർ ചെയ്തിരിക്കണം. ഹെയർ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഹെയർ നമ്മളെ കെയർ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ എല്ലാം ഫുള്ളായിട്ട് കാണണം. ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ഹെയർ ഓയിൽ ഉണ്ടാക്കണമെന്ന്. പിന്നെ അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ആ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും, മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങളും സോൾവ് ആകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. പണിപ്പുരയിലേക്ക് കടക്കാം. ഗായ്സ്, നമ്മളങ്ങനെ പണിപ്പുരയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ലളിതമായ സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നിങ്ങൾക്ക് ഒരു അടിപൊളി ഹെയർ ഓയിൽ ഉണ്ടാക്കാം. ഈ ഹെയർ ഓയിൽ കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും. ഹെയർ ഫോളിനും പിന്നെ മുടി കറക്കാനും പിന്നെ എന്താ പറയുക, മുടിക്കുള്ള A to Z കാര്യങ്ങൾ ഈ ഹെയർ ഓയിൽ കൊണ്ട് നടക്കുന്നതായിരിക്കും ഗൈസ്. അതുകൊണ്ട് നിങ്ങളിത് ഫുള്ളായിട്ട് കാണണം. ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടൂ. പിന്നെ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്സായി പോകുന്നത് ഒരു നല്ലൊരു കണ്ടൻ്റ് ആയിരിക്കും ഗൈസ്. നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ നാടൻ വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണക്ക് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി ഗുണങ്ങളാണ് ഈ സാധനത്തിനുള്ളത്. പിന്നെ ഡാൻഡ്രഫിനായാലും മുടി കട്ടി കൂട്ടാനായാലും എല്ലാത്തിനും അടിപൊളിയാണ്. പിന്നെ ഇത് നമ്മളെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസാണ്. ഇത് നമ്മൾ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പവർഫുള്ളായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് ചീൻചട്ടി. ഗ്യാസ് കത്തിക്കണം. ഗ്യാസ് കത്തിച്ചിട്ട് ഇതങ്ങോട്ട് വെക്കുക. അപ്പോൾ ഇതൊന്ന് കുറച്ച് ചൂടാവും. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് കുറച്ച് ടിഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ടിഷ്യൂ വെച്ചിട്ട് ഈ കറിവേപ്പിലയിലെ എല്ലാ വെള്ളവും നമ്മൾ ഊറ്റിക്കളയണം. കറിവേപ്പിലയിലില്ല വെള്ളം ഊറ്റിക്കളഞ്ഞില്ലെങ്കിൽ വെള്ളം പൊട്ടിത്തെറിക്കും മിക്കവാറും. അതുകൊണ്ട് നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ പരിപാടിയിലൊന്നും ഏർപ്പെടരുത്. പിന്നെ കുട്ടികൾ ഇത് അനുകരിക്കരുത്. മൂത്തവരുണ്ടെങ്കിൽ മാത്രം ഈ സംഭവങ്ങളെല്ലാം ചെയ്യാൻ നോക്കുക. ഇതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സേഫായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ പകുതിയെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ എത്രത്തോളം ആവണക്കെണ്ണ യൂസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യണം. അതുകൊണ്ട് അധികം എടുക്കുന്നില്ല. ഗൈസ്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ അളന്നെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എടുക്കുന്ന ആവണക്കെണ്ണേൻ്റെ സെയിം ബോട്ടിലാണ്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു അളവ് കിട്ടും. നമ്മൾ ഈ ആവണക്കെണ്ണേൻ്റെ ഹാഫ് ബോട്ടിലാണ് നമ്മൾ വെളിച്ചെണ്ണ ഫില്ല് ചെയ്യുന്നത്. ഹാഫ് ബോട്ടിലായിട്ടുണ്ട്. ഹാഫ് ബോട്ടിൽ വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് ബോട്ടിൽ ഇത് ലോ ഫ്ലെയിമിലിടണം. കാരണം ഓൾറെഡി നല്ല ചൂടുണ്ട്. പിന്നെ ഇതിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് മിക്കവാറും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കണ്ടോ വെളിച്ചെണ്ണ. ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പൊട്ടിത്തെറിക്കും. ഉണ്ട് ഗൈസ്, ബി കെയർഫുൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കെയർഫുള്ളായിരിക്കണം നിങ്ങൾ. കറിവേപ്പില എന്ന് പറയുന്നത് നല്ലതാണ്, വെരി ഹെൽത്തി, മുടിക്ക് നല്ലതാണ്. കറിവേപ്പിലയിൽ നല്ല ഔഷധ ഗുണങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്കിത് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ലൊരു പരിധിയുണ്ട്, എന്നാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നന്നായി ഇളക്കുക. മുടി നമ്മൾ കെയർ ചെയ്യണം. കാരണം നമ്മൾ മുടീനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ മുടീൻ്റെ പാട്ടിനങ്ങ് പോകും. പിന്നെ പുറത്തെല്ലാം നിൽക്കുന്നവരാണെങ്കിലും പിന്നെ അതുപോലെ ഈ ഡെയിലി കുളിച്ച് നല്ല ഹാർഷായിട്ട് തോർത്തുന്നവരാണെങ്കിലും അതെല്ലാം ഒന്ന് കുറച്ചോ.
കാരണം മുടീൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. നമ്മൾ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നോ അത്രയും കാലം മുടി നീണ്ടു നിൽക്കും. അല്ലാണ്ട് മുടി കൊഴിയാൻ തുടങ്ങിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സ്ട്രെസ്സ് കുറക്കുക മാക്സിമം. സ്ട്രെസ്സ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ മാക്സിമം നമ്മൾ ഇത് മുടിയെല്ലാം നേരെയാവും. ഗൈസ് അങ്ങനെ നമ്മളെ നല്ല മണം വരുന്നുണ്ട്. വെളിച്ചെണ്ണേൻ്റെ ഒരു അളവ് കുറയുന്നുണ്ടോ ഒരു ഡൗട്ടുണ്ട് ഗൈസ്. ഇതുപോലെ ഹെയർ ഓയിൽസൊക്കെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി. ഏകദേശം ഒരു 2 മാസത്തോളം നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡെയിലി ഹെയർ ഓയിൽ യൂസ് ചെയ്യരുത്. ഒരു 3 to 4 ഡേയ്സ് കൂടുമ്പോൾ മാത്രം യൂസ് ചെയ്യുക. പിന്നെ മാക്സിമം നമ്മൾ ഭയങ്കര ബിസി ആണെങ്കിൽ പോലും നമ്മൾ വീക്കിലി ഫുൾ സ്കാൽപ്പടക്കം നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യണം. ഷാമ്പു ഉപയോഗിച്ച് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്ത് കളയണം. അതുകൊണ്ട് നമ്മൾ മുടിക്ക് നല്ലത് മാത്രമേ ഉള്ളൂ. ഷാമ്പു യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് നമ്മൾ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. നമ്മൾ ഷാമ്പു യൂസ് ചെയ്യണം. വീക്കിലി നമ്മൾ ഷാമ്പു യൂസ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ ഈ ആദ്യത്തെ സെറ്റ് കറിവേപ്പില ചൂടാക്കി ഇതിൻ്റെ കറിവേപ്പിലെല്ലാം നമ്മൾ മാറ്റി വെക്കുകയാണ് ഗൈസ്. അത് ഇതിൽ കിട്ടും. അപ്പോൾ നമ്മൾ കറിവേപ്പില ചൂടാക്കിയത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാനുള്ളത് നമുക്ക് കാസ്റ്റർ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ കാസ്റ്റർ ഓയിൽ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതേ അളവിലാണ് നമ്മൾ ഇതെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സെയിം വെളിച്ചെണ്ണ എത്രയാണെന്ന് എടുത്തത് അത്രയും തന്നെ നമ്മൾ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഭയങ്കര കട്ടിയാണ്. കാരണം ഇത്രയും ഭയങ്കര കട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം കണ്ടോ ഭയങ്കര തിക്കാണ്. കാസ്റ്റർ ഓയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കാസ്റ്റർ ഓയിൽ ഭയങ്കര തിക്കായിട്ടുള്ള ഓയിലാണ്. നമ്മൾ കാസ്റ്റർ ഓയിൽ ഈ വെളിച്ചെണ്ണയിൽ ആഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ കാസ്റ്റർ ഓയിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ നമ്മൾ ഈ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്ത് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് നമ്മൾ ഈ കാസ്റ്റർ ഓയിലിൻ്റെ തിക്നെസ് കുറക്കാനാണ് നമ്മൾ ഈ എന്താ പറയുക, ഇപ്പം കാസ്റ്റർ ഓയിൽ നല്ല തിക്ക് കുറഞ്ഞിട്ടുണ്ട്. നല്ല തിക്ക് കുറഞ്ഞൊരു സംഭവമായിട്ടുണ്ട്. ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ 3-4 ദിവസം കൂടുമ്പോൾ മാത്രമാണ് നമ്മൾ. അങ്ങനെ നമ്മളെ പണിപ്പുരയിലെ പണികളെല്ലാം തീർന്നിരിക്കുകയാണ്. നമ്മൾ ഹെയർ ഓയിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ സാധനം കൂളാവുന്നവരെ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കാം ഗൈസ്. പിന്നെ ഹെയർ ഓയിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് ഇതുപോലൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയതാണ്, നമ്മളെ താടി വളരാനും ഒക്കെ ആയിട്ട്. പക്ഷേ പണ്ട് താടി വളരാനാണെങ്കിൽ ഇപ്പോൾ മുടി പോകാതിരിക്കാനാണ് ഞാൻ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. ഈ ഹെയർ ഓയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില, വെളിച്ചെണ്ണ, ആവണക്കെണ്ണ, പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. ഈ എത്ര സാധനങ്ങളായി? 1, 2, 3, 4 സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 4 സാധനങ്ങളുടെ ഉപയോഗം തന്നെ ഒരു 5-8 സാധനങ്ങൾ പവർ കാണിക്കും. അതായത് കറി ലീവ്സ്, അതായത് നമ്മുടെ കറിവേപ്പിലേനെ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം തരും. ഡെയിലി ചവച്ചരച്ച് കഴിക്കുന്നതും നല്ലതാണ്. നമ്മൾ ഈ കറിയിലൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് കളയുന്ന സാധനം കറി ലീവ്സ്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. കറി ലീവ്സ് നമ്മൾ കഴിക്കണം, ചവച്ചരച്ച് കഴിക്കണം. എന്നാൽ മാത്രമേ നമ്മളെ ഉള്ളിലേക്ക് പോകുന്ന സാധനങ്ങളും നമ്മളെ മുടിക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കും. പിന്നെ ഡെയിലി ഒരു 2-3 ബദാമും അങ്ങനെ നല്ല നാച്ചുറൽ ബയോട്ടിൻസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇൻടേക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മളെ ഹെയറിൽ നല്ല മാറ്റങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങാൻ പറ്റും. പിന്നെ അങ്ങനെ നമ്മളെ വൈറ്റമിൻ എ ക്യാപ്സ്യൂൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മളെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുണ്ടാക്കിയ ഹെയർ ഓയിൽ ഒഴിച്ച് വെക്കും. ഇതിലേക്ക് മാറ്റാൻ പോകുന്ന ചടങ്ങാണ് ഗൈസ്. അപ്പം നമ്മൾക്ക് മാറ്റാൻ വേണ്ടി വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. ആ പ്ലാസ്റ്റിക് കവർ നമ്മൾ
ഇതൊരു ത്രികോണാകൃതിയിൽ കട്ട് ചെയ്ത് അതിനൊരു താഴെ ഒരു ഹോളിട്ട് അങ്ങനെ ഇതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ഇവിടെ നാളം പോലെ നമ്മൾ യൂസ് ചെയ്യുക. ഇത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. നമ്മൾ ഒഴിച്ചു നോക്കാം, നിങ്ങൾ തന്നെ ലൈവായിട്ട് കാണുക. ഓ മൈ ഗോഡ് ഗൈസ്, വി ആർ ട്രാപ്ഡ്. ഇതുണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഓയിലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എത്ര മെല്ലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അയ്യോ, വെളിച്ചെണ്ണ മറിഞ്ഞു. കുഴപ്പമില്ല ഗൈസ്, നമ്മൾ ഈ താഴെ പോയ വെളിച്ചെണ്ണ നമ്മൾ തലയിൽ തേക്കും, അതുകൊണ്ട് നോ വറീസ്. പോത്തെ പോകുന്നുണ്ട്, അത് ഹോള് കുറച്ച് ചെറുതായിപ്പോയി. അപ്പോൾ നമ്മളെ എണ്ണ നമ്മൾ ഇതിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഗൈസ്, മാറ്റിയിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ ഉണ്ട്, കുറച്ചും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓയിൽ റെഡിയായി. ഓയിലിന് കുറച്ച് കറിവേപ്പിലേൻ്റെ മണമുണ്ട്. മണത്തിലല്ലല്ലോ കാര്യം, ഗുണത്തിലല്ലേ. അപ്പോൾ അയ്യോ, ഹെയർ ഓയിൽ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അടിച്ചു കൊടുക്കുക. പിന്നെ ബൈ ഗൈസ്.